ബാലരാമപുരത്തെ 2 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ മരണം സംബന്ധിച്ചുള്ള കൊലപാതകം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തുകയാണ്. റൂറൽ എസ് പി കെ സുദർശൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ വിശദമായ പരിശോധനയും തെളിവ് ശേഖരണവും നടത്തുകയാണ്. തീർച്ചയായും അതിന് സമാനമായി തന്നെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുപ്പും നടക്കുന്നുണ്ട്. കുട്ടിയുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഒക്കെ മൊഴികളാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമ്മ ഇപ്പോഴും മറ്റൊരു പോലീസ് ഏർപ്പെടുത്തിയ സുരക്ഷിത കേന്ദ്രത്തിലാണുള്ളത്, പോലീസ് സ്റ്റേഷനിലില്ല. എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മാനസ സംഭവ സ്ഥലത്ത് നിന്നും ചേരുകയാണ്. മാനസ, അതായത് ഡിജിറ്റലും ഫിസിക്കലുമായുള്ള തെളിവുകളാണ് പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശാസ്ത്രീയവും സമഗ്രവുമായാണ് പോലീസ് നീങ്ങുന്നത്. ഇപ്പോൾ കുട്ടിയുടെ വീട്ടിൽ എന്തൊക്കെയാണ് പോലീസ് നടത്തുന്നത്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ. അതിൻ്റെ ദൃശ്യങ്ങൾ മറുപകുതിയിൽ ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും അത് പറഞ്ഞതുപോലെ തന്നെ വിശദമായ ഒരു പരിശോധന തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സംഭവമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ കണ്ടെത്തുന്ന ഒരു അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ റൂറൽ എസ് പിയും അതോടൊപ്പം തന്നെ DYSPയും ചേർന്നുള്ള സംഘമാണ് ഈ സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുന്നത്. അല്പസമയം മുൻപാണ് റൂറൽ SP നമ്മളോട് പ്രതികരിച്ചത്. കുഞ്ഞിൻ്റെ അമ്മയെ കുറ്റവിമുക്തയാക്കിയിട്ടില്ല, പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. പ്രതിയായി ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മാവനെയാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ നിലവിലുള്ള അവരുടെ മുന്നോട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ഇരുവരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക എന്നതാണ്. ഒപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കുക, അത് തിരിച്ചെടുക്കുക എന്നതാണ്. അതിൽ എന്തൊക്കെയാണ് ഈ ചാറ്റുകൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ വാട്സപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു കുറ്റവാളിയെ പോലീസ് കണ്ടെത്താൻ ഇടയായത്. അതുകൊണ്ട് തന്നെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് വിശദമായ പരിശോധന നടത്താൻ തന്നെയാണ് നീക്കം. ഒപ്പം ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ തിരിച്ചെടുക്കുക. ഒപ്പം തന്നെ പോലീസ് നേരത്തെ വ്യക്തമാക്കിയത് ഇന്ന് തെളിവെടുപ്പിനായി പ്രതിയെ ഇവിടെ കൊണ്ടുവരില്ല എന്നാണ്. എങ്കിൽ കൂടിയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പ് നടത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കാനുള്ള ഒരു സ്ഥിതിയും നിലവിൽ ഉണ്ട്. ഏതായാലും അതിനു മുന്നോടിയായി പോലീസ് സംഘം ഇവിടെ സംഭവസ്ഥലത്ത് കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന ആ വീട്ടിലെത്തി കൊലപാതകം നടത്തിയ കിണർ സന്ദർശിച്ചു. ഒപ്പം തന്നെ വീടിനകത്ത് കയറിയുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. വീടിനകത്ത് 3 കയറുകൾ കെട്ടിത്തൂക്കിയ ഒരു നിലയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ തീ കത്തിച്ച ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതൊക്കെയും വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഫിസിക്കൽ അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് മാത്രമേ ഈ മരണകാരണം എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പ്രതിയെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചെങ്കിലും ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നയിച്ചത്, എന്ത് കാരണത്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രതി ആദ്യം അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ഈ ചാറ്റുകൾ അല്ലെങ്കിൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയിലേക്ക് എത്തുന്നത്. 3 പേരുടെയും മൊഴികളിൽ പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു. എങ്കിൽ കൂടിയും നിലവിൽ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പ്രതിയുടെയും ഒപ്പം തന്നെ കുട്ടിയുടെ അച്ഛൻ്റെ മാതാപിതാക്കളും ഒപ്പം തന്നെ സഹോദരി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങൾ ആരായുകയാണ്. ഏതായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ DYSPയുടെയും റൂറൽ SPയുടെയും നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും, അതായത് അവിടെ വീട്ടിൽ കണ്ട നിർണായകമായ പല തെളിവുകളുമുണ്ട്. ഇന്നലെ നമ്മൾ പരിശോധിച്ചതുപോലെ കണ്ടതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുക്കുകളിട്ട 3 കയർ ഉണ്ടായിരുന്നു. അതിന് താഴെ ഒരു സ്റ്റൂളും. സ്വാഭാവികമായും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അവിടെ. 2, ഈ പ്രതിയായ ഹരികുമാർ കിടന്നിരുന്ന സ്ഥലത്തിന് സമീപത്ത് തീ കത്തിച്ച നിലയിൽ തുണികൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എവിടേക്കാണ് പോകുന്നതെന്ന് മാത്രമല്ല, ഒരു പൊള്ളലും അത്തരത്തിൽ തീപ്പൊള്ളലിൻ്റെ ഒരു സൂചനകളും ഹരികുമാറിൻ്റെ ശരീരത്തിലുമില്ല. പിന്നെ എന്തിനാണ് അതൊക്കെ അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ആ സംഭവത്തിൻ്റെ മുഴുവൻ ഗതികളും തിരിച്ചറിയാൻ ഒരുപക്ഷെ അത്തരം പരിശോധനകളുടെ ശാസ്ത്രീയമായ തേടലായിരിക്കും ഇപ്പോൾ നടക്കുന്നത്, അല്ലേ മാനസ?
തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തിൽ ഈ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടുന്ന ചില തെളിവുകളാണ്. അതായത് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്താനുള്ള ഒരു നീക്കമാണ് ഈ പ്രതികൾ നടത്തിയത് എന്നത് തെളിവാക്കുന്ന രീതിയിലുള്ള ചില തെളിവുകളായിരുന്നു ഈ വീടിനകത്ത് കണ്ടെത്തിയത്. അതായത് തുണികൾ കൂട്ടിയിട്ട് കത്തിച്ചതും അതോടൊപ്പം തന്നെ കുരുക്കിട്ട 3 കയറുകളും ഇതൊക്കെയും തന്നെ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമത്തിൻ്റെ രീതിയിലേക്കാണോ ഈ പ്രതികൾ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. ഇപ്പോഴും പ്രതിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കുന്നത്. വീണ്ടും പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നത്, പരിശോധന നടത്തുന്നത്. ഈ മുറികളിൽ ഇത്തരത്തിൽ 3 കയറുകൾ കുരുക്കിട്ട നിലയിൽ ഇവർ 3 പേരും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു നീക്കം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഈ മൊഴികളൊക്കെയും തന്നെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് അന്വേഷണ സംഘം ഈ ഫോൺ വരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പരിശോധന വ്യാപിപ്പിച്ചത്. ഇതിൽ നിന്നുമാണ് ഇവർ തമ്മിൽ നടത്തിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയിലേക്ക് എത്തിയതും പ്രതി കുറ്റസമ്മതം നടത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പ്രതിയെ. ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യുകയാണ്. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മാവൻ ഹരികുമാറിന് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു എന്നാണ് മൊഴികളിൽ നിന്നും പോലീസിന് ലഭിച്ചത്. മൂത്ത മകളെയും ഒപ്പം തന്നെ ഈ രണ്ടാമത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ 2.5 വയസ്സുകാരെയും ഉപദ്രവിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ മൊഴികൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ മൂത്ത കുട്ടിയെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും ദേവേന്ദുവിൻ്റെ സഹോദരിയെ കൂടി, അതായത് മൂത്ത സഹോദരിയെ കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. കാരണം ആ പ്രതിയിൽ നിന്നുള്ള, ഹരികുമാറിൽ നിന്നുള്ള സമീപനം എങ്ങനെയായിരുന്നു കുട്ടികളോട് എന്നത് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അതാണ് ഒരു പക്ഷേ നിർണായകമായേക്കാവുന്ന കാര്യങ്ങൾ. ആ കുഞ്ഞിൻ്റേതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ കുഞ്ഞിനെ കൂടി ആ പിതാവിനൊപ്പം, ദേവേന്ദുവിൻ്റെ പിതാവിനൊപ്പം അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി നമുക്ക് നൽകാനാകുന്നത്.